ഇന്നത്തെ നമ്മുടെ റെസിപ്പി കുറച്ച് ഫ്രൂട്ട്സ് കയ്യിലുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ഇന്ന് നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ക്യാരമൽ സാഗോ കസ്റ്റേർഡിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അതിന് മുന്നായിട്ട് ഈ ചാനൽ ആദ്യം നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ ഇതുണ്ടാക്കിയെടുക്കാനായിട്ട് ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് ചവ്വരി ചേർത്ത് കൊടുക്കാം. സാഗോ ഉണ്ടല്ലോ, അതാണ് എടുത്തിട്ടുള്ളത്. വലുതോ ചെറുതോ നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അതെടുത്താൽ മതിയാകും. ഇനി ഇതിലേക്ക് നല്ല തിളച്ചിട്ടുള്ള 1.5 കപ്പിൻ്റെ അടുത്ത് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. നല്ല തിളച്ച വെള്ളം ചേർക്കുന്നത് പെട്ടെന്നൊന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരു അരമണിക്കൂർ ഒന്ന് കുതിരാനായിട്ട് മാറ്റി വെക്കാം. ഇതവിടെ ഇരിക്കട്ടെ. ഇനി മറ്റൊരു പാൻ വെച്ച് കൊടുക്കുക. തീ ഓൺ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇത് കറക്റ്റായിട്ടുള്ള മധുരമാണ് ഉണ്ടാകുക. നിങ്ങൾക്ക് അധികം മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ ഈ ഒരു 1/2 കപ്പിൻ്റെ 1/4 ഭാഗം എടുത്താൽ മതിയാകും. ഇതുപോലെ പാനിൻ്റെ അടിഭാഗത്തായിട്ട് നേരെ തീറ്റി വെച്ച് കൊടുക്കുക. തീ ഹൈ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് ക്യാരമലാക്കി എടുക്കുക. പിന്നെ നിങ്ങൾ ഇതുപോലത്തെ നോൺ സ്റ്റിക്കിൻ്റെ പാനെല്ലാം എടുക്കണമെന്നുണ്ടെങ്കിൽ ഹൈ ഫ്ലെയിമിലേക്ക് വെക്കണ്ട. ഇതുപോലെ സൈഡ് ക്യാരമലായി തുടങ്ങുമ്പോൾ ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുത്തതിന് ശേഷം പഞ്ചസാര നന്നായിട്ടങ്ങ് ക്യാരമലാക്കിയിട്ട് എടുക്കാം. ഇതായ ഒരു രീതിയിൽ നല്ല പോലെ കളർ ചേഞ്ച് ആയിട്ട് ക്യാരമലായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു കളർ മതിയാകും. ഒത്തിരി കളറാക്കി എടുത്താൽ കഴിക്കുന്ന ടേസ്റ്റ് വരും. ഇനി ഇതിലേക്ക് ഒരു 2 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. പാലെടുക്കുമ്പോൾ ഫുൾ ഫാറ്റ് മിൽക്ക് എടുക്കുക. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുക. ഇതുപോലെ 250 ml കപ്പിൽ 2 കപ്പാണ് എടുത്തിട്ടുള്ളത്. കൂടെ തന്നെ ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടെ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് നല്ല തിക്കായിട്ടുള്ള കസ്റ്റേർഡാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഒരു വെള്ളം ചേർക്കാതെ ഉണ്ടാക്കിയെടുക്കുന്നതാണ് നല്ലത്. നല്ല പോലെ എല്ലാം കൂടെ ഒന്ന് മെൽറ്റായിട്ട് വരട്ടെ. ക്യാരമൽ പാലിൽ നല്ല പോലെ തന്നെ മെൽറ്റായിട്ട് കട്ടയൊന്നുമില്ലാതെ ഇതുപോലെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് പാൽപ്പൊടിയും കൂടെ ചേർക്കാം. പാൽപ്പൊടി ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. അതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഒട്ടും കട്ടയൊന്നുമില്ലാതെ നല്ല പോലെ തന്നെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള കസ്റ്റേർഡ് മിക്സ് റെഡിയാക്കി എടുക്കുക. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 2.5 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡർ ചേർത്തെടുക്കാം. ഇതുപോലെ നിറച്ചിട്ട് തന്നെ വേണം എടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് പാലും കൂടി ചേർത്തിട്ട് ഒട്ടും കട്ടയൊന്നുമില്ലാതെ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിവിടെ നല്ല പോലെ തന്നെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു കസ്റ്റേർഡ് മിക്സ് ആ ഒരു പാലിലേക്ക് മൊത്തത്തിൽ അങ്ങ് ചേർത്ത് കൊടുക്കാം. ചേർക്കുമ്പോൾ ഏറ്റവും ലോ ഫ്ലെയിമിലിട്ട് വേണം ചേർക്കാനായിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കട്ട പിടിക്കും. ഇതുപോലെ കൈവെക്കാതെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കട്ടിയാക്കിയിട്ട് എടുക്കാം. കസ്റ്റേർഡ് നല്ല പോലെ തിളച്ചിട്ട് തിക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് മിൽക്ക് മെയ്ഡും കൂടെ ചേർത്തെടുക്കാം. ഇതും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വനില എസൻസും കൂടെ ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ മാത്രം എടുത്താൽ മതിയാകും. ഇല്ലെങ്കിൽ ഏലക്കാപ്പൊടിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ അതും ചേർത്ത് കൊടുക്കാവുന്നേ ഉള്ളൂ. ഇതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സമയം കൊണ്ട് തന്നെ കസ്റ്റേർഡ് നല്ല പോലെ തിളച്ചിട്ട് ആ ഒരു റോ ടേസ്റ്റൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്ത് കൊടുക്കുക. തണുക്കാനായിട്ടങ്ങ് മാറ്റി വെക്കാം. ഈ ഒരു സമയം കൊണ്ട് തന്നെ ചവ്വരി നല്ല പോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ അങ്ങ് വേവിച്ചെടുക്കാം. ഇതുപോലെ ഒരു 5 മിനിറ്റ് കൊണ്ട് നന്നായിട്ട് വെന്ത് കിട്ടും. ഇതുപോലെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് വന്നാൽ തീ ഓഫ് ചെയ്ത് കൊടുക്കുക. ഇത്രയും മതിയാകും. ഇനി ഇത് അരിച്ചിട്ടെടുക്കാം. ഇതുപോലെ ഒരു അരിപ്പയിലൂടെ അങ്ങ് അരിച്ചു കൊടുക്കാം. ഈ ഒരു സമയം കൊണ്ട് തന്നെ കസ്റ്റേർഡ് നല്ല പോലെ തണുത്ത് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 3-4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി ഇതിലേക്ക് വേവിച്ചെടുത്തുള്ള ആ ഒരു ചവ്വരി മൊത്തത്തിൽ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഇതിലേക്ക് കുറച്ച് കസ്കസ് കുതിർത്തതും കൂടെ ചേർക്കാം. 1 ടീസ്പൂൺ കസ്കസിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നല്ല പോലെ കുതിർത്തിയെടുത്തുള്ളതാണ്. കൂടെ തന്നെ ഇതിലേക്ക് നിങ്ങൾ കയ്യിൽ ഏതൊക്കെ ഫ്രൂട്ട്സ് ആണോ ഉള്ളത് അതും കൂടെ കട്ട് ചെയ്തിട്ട് ചേർത്തെടുക്കാം. ഞാനിതാ കുറച്ച് കറുത്ത മുന്തിരി ഇതുപോലെ കട്ടാക്കി എടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർക്കാം. കൂടെ തന്നെ കുറച്ച് പച്ച മുന്തിരിയും കൂടെ ചേർക്കുന്നുണ്ട്. നിങ്ങളെ കയ്യിൽ ഏതൊക്കെ ഫ്രൂട്ട്സ് ആണോ ഉള്ളത് അത് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇതിലേക്ക് ഒരു ആപ്പിളും കൂടെ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ തന്നെ ഒരു മീഡിയം വലുപ്പത്തിലുള്ള നേന്ത്രപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടെ എടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർക്കാം. കൂടെ തന്നെ കുറച്ച് പോമഗ്രാനൈറ്റും കുറച്ച് നട്ട്സ് കട്ട് ചെയ്തും കൂടെ ചേർക്കുന്നുണ്ട്. നിങ്ങളെ കയ്യിൽ ഇത്രയും അധികം ഫ്രൂട്ട്സ് ഇല്ലാന്നുണ്ടെങ്കിൽ കയ്യിലുള്ള ഫ്രൂട്ട്സ് വെച്ചിട്ടും ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. പിന്നെ ഇതിലേക്ക് ആപ്പിളും അതുപോലെ നേന്ത്രപ്പഴം കട്ട് ചെയ്തും കൂടെ ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതുണ്ടെങ്കിൽ അത് മാത്രം വെച്ചിട്ടും ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. എല്ലാം കൂടെ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇത് അധികം തിക്കായിട്ടുള്ള കസ്റ്റേർഡിൽ അല്ല ഉള്ളത്. ഇതുപോലെ ഈ ഒരു തിക്നെസ്സിലാണ് ഉണ്ടാകുക. നിങ്ങൾക്ക് അധികം തിക്കായിട്ടുള്ള കസ്റ്റേർഡാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 കപ്പ് പാലിൻ്റെ കൂടെ 1 കപ്പ് വെള്ളം ചേർക്കാതെ ഉണ്ടാക്കിയെടുത്താൽ ഇതുപോലെ ഇതിനെക്കാളും നല്ല തിക്കായിട്ടുള്ള കസ്റ്റേർഡ് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ മതിയെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ റെഡിയാക്കി എടുക്കുക. ഇതുപോലെ ലൂസായിട്ടാണ്
വേണ്ടുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഈ രീതിയിൽ ചെയ്തെടുത്താൽ മതിയാകും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക, നല്ല ടേസ്റ്റാണ്. ഈ രീതിയിൽ കസ്റ്റേർഡ് ചെയ്ത് നോക്കാത്തവർ ഉറപ്പായിട്ടും ഒന്ന് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാകും. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്